ഗലാത്യക്കാർക്കുള്ള ലേഖനം അദ്ധ്യായം 2. ചോദ്യം 1. അദ്ധ്യായം 2-ൽ ആകെ വാക്യങ്ങൾ എത്ര? ഉത്തരം 21. ചോദ്യം 2. രണ്ടാം അദ്ധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട്. ഉത്തരം പൗലോസിന് അംഗീകാരം. ചോദ്യം 3. പൗലോസ് ശ്ലീഹ ആരോടുകൂടിയാണ് വീണ്ടും ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം ബർന്നബാസിനോട് കൂടെ. ചോദ്യം 4. പിന്നീട് എത്ര വർഷത്തിന് ശേഷമാണ് ബർന്നബാസിനോട് കൂടെ പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം 14. ചോദ്യം 5. 14 വർഷത്തിന് ശേഷം ബർന്നബാസിനോട് കൂടെ ജെറുസലേമിലേക്ക് പോയ പൗലോസ് കൂടെ കൊണ്ടുപോയത് ആരെ? ഉത്തരം തീത്തോസിനെ. ചോദ്യം 6. പൗലോസ് വീണ്ടും ജെറുസലേമിലേക്ക് പോയത് എന്തനുസരിച്ചാണ്? ഉത്തരം ഒരു വെളിപാട് അനുസരിച്ച്. ചോദ്യം 7. ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ സ്വകാര്യമായി പൗലോസ് അവതരിപ്പിച്ചത് എന്ത്? ഉത്തരം വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം. ചോദ്യം 8. ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ പൗലോസ് വിജാതിയരുടെ ഇടയിൽ പ്രസംഗിച്ച സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം പൗലോസ് ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ. ചോദ്യം 9. പൗലോസിനോടുകൂടെ ഉണ്ടായിരുന്ന തീത്തോസ് എവിടുത്തുകാരനായിരുന്നു? ഉത്തരം ഒരു ഗ്രീക്കുകാരൻ. ചോദ്യം 10. പൗലോസിനോടുകൂടി ഉണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും എന്തിന് നിർബന്ധിക്കപ്പെട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം പരിച്ഛേദനത്തിന്. ചോദ്യം 11. വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടിയത് എന്തിനു വേണ്ടി? ഉത്തരം യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന്. ചോദ്യം 12. അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. ആർക്ക്? ഉത്തരം വ്യാജ സഹോദരന്മാർക്ക്. ചോദ്യം 13. വ്യാജ സഹോദരന്മാർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല എന്തുകൊണ്ട്? ഉത്തരം സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങൾക്കായി നിലനിർത്തേണ്ടതിന്. ചോദ്യം 14. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്നത് ആര്? ഉത്തരം വ്യാജ സഹോദരന്മാർ. ചോദ്യം 15. തങ്ങൾ എന്തോ ആണ് എന്ന് ഭാവിക്കുന്നവരിൽ നിന്ന് എനിക്കെന്ത് ലഭിച്ചില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം കൂടുതലായി ഒന്നും. ചോദ്യം 16. അവർ എന്താണെന്ന് താൻ ഗൗനിക്കുന്നേയില്ല എന്ന് പൗലോസ് പറയാൻ കാരണമെന്ത്? ഉത്തരം ദൈവം മുഖം നോക്കുന്നവൻ അല്ല. ചോദ്യം 17. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആർക്ക്? ഉത്തരം പത്രോസിന്. ചോദ്യം 18. അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആർക്ക്? ഉത്തരം പൗലോസിന്. ചോദ്യം 19. വിജാതിയർക്കു വേണ്ടി തന്നിലൂടെ പ്രവർത്തിക്കുന്നത് ആരെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം പരിച്ഛേദിതർക്കുള്ള പ്രേഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ. ചോദ്യം 20. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരെല്ലാം? ഉത്തരം യാക്കോബ്, കേപ്പ, യോഹന്നാൻ. ചോദ്യം 21. ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിത്തന്നവർ ആരെല്ലാം? ഉത്തരം യാക്കോബ്, കേപ്പ, യോഹന്നാൻ. ചോദ്യം 22. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം ആർക്കെല്ലാമാണ് നീട്ടിത്തന്നത്? ഉത്തരം പൗലോസിനും ബർന്നബാസിനും. ചോദ്യം 23. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ തങ്ങളുടെ കൂട്ടായ്മയുടെ കരം നീട്ടിത്തന്നപ്പോൾ ഞങ്ങൾ എവിടേക്ക് പോകണമെന്നാണ് തീരുമാനമായത്? ഉത്തരം വിജാതിയരുടെ അടുത്തേക്ക്.
ചോദ്യം 24. ഞങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനമായപ്പോൾ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടതെന്ത്? ഉത്തരം: പാപങ്ങളെപ്പറ്റി ചിന്ത വേണം. ചോദ്യം 25. 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട്. ഉത്തരം: അഭിപ്രായ ഭിന്നത. ചോദ്യം 26. പൗലോസ് അന്ത്യോക്യയിൽ വെച്ച് മുഖത്തു നോക്കി എതിർത്തതാരെ? ഉത്തരം: കേപ്പായെ. ചോദ്യം 27. പൗലോസ് കേപ്പയെ മുഖത്തു നോക്കി എതിർക്കാൻ കാരണമെന്ത്? ഉത്തരം: അവനിൽ കുറ്റം കണ്ടതുകൊണ്ട്. ചോദ്യം 28. വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്ന കേപ്പ യാക്കോബിൻ്റെ അടുത്തു നിന്ന് ചിലർ വന്നു കഴിഞ്ഞപ്പോൾ പിന്മാറിക്കളഞ്ഞതിന് കാരണം എന്ത്? ഉത്തരം: പരിച്ഛേദിതരെ ഭയന്ന്. ചോദ്യം 29. കേപ്പായോടൊത്ത് കപടമായി പെരുമാറിയത് ആര്? ഉത്തരം: ബാക്കി യഹൂദന്മാർ. ചോദ്യം 30. അവരുടെ കാപട്യത്താൽ ആരുപോലും വഴിതെറ്റിക്കപ്പെട്ടു? ഉത്തരം: ബർന്നബാസ് പോലും. ചോദ്യം 31. ആരുടെ പെരുമാറ്റമാണ് സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടാത്തത്? ഉത്തരം: കേപ്പയുടെയും ബാക്കി യഹൂദന്മാരുടെയും. ചോദ്യം 32. 2-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട്. ഉത്തരം: വിശ്വാസത്തിലൂടെ നീതീകരണം. ചോദ്യം 33. നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, ആരിലെ പാപികളായിട്ടല്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: വിജാതീയരിലെ. ചോദ്യം 34. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്തിലൂടെയാണ്? ഉത്തരം: യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ചോദ്യം 35. നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെ ഒരുവൻ എന്ത് ചെയ്യപ്പെടുന്നില്ല? ഉത്തരം: നീതീകരിക്കപ്പെടുന്നില്ല. ചോദ്യം 36. ആരിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് നമ്മൾ? ഉത്തരം: ക്രിസ്തുവിൽ. ചോദ്യം 37. ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ആര് പാപത്തിൻ്റെ ശുശ്രൂഷകനാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം: ക്രിസ്തു. ചോദ്യം 38. ഞാൻ നശിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തും, എങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണെന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം: ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ചോദ്യം 39. ഞാൻ ആരോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിനോടുകൂടെ. ചോദ്യം 40. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ആരാണ് എന്നിൽ ജീവിക്കുന്നത്? ഉത്തരം: ക്രിസ്തു. ചോദ്യം 41. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്തതാര്? ഉത്തരം: ദൈവപുത്രൻ. ചോദ്യം 42. ദൈവത്തിൻ്റെ എന്ത് താൻ നിരാകരിക്കുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: കൃപ. ചോദ്യം 43. എന്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണം ഒന്നുമില്ല എന്നാണ് പൗലോസ് പറയുന്നത്?